അത് തന്നെയാണ്. കൃത്യമായി തന്നെ ഈ റോഡിൽ വലിയ ഗർത്തമാണ് ഉള്ളത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് ഈ റോഡിലുള്ള ഗർത്തം. കുഴിയിൽ വെള്ളവുമുണ്ട് എന്നുള്ളതാണ്. ഈ കുഴിയിലാണ് ഇവിടെയാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഈ റോഡിൽ വാഴ വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടക്കുന്നത്. BJP ഈ പെറ്റമ്മൽ വാർഡ് കൗൺസിലായിട്ടുള്ള T റിനീഷും അതുപോലെ തന്നെ BJP ഉപാധ്യക്ഷനുമായിട്ടുള്ള റിനീഷും BJP പ്രവർത്തകരും ചേർന്നാണ് ഈ റോഡിൽ ഇപ്പോൾ വാഴ വെച്ച് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത്. നമ്മൾ ഈ വാഴ വെച്ച ആ കുഴി എന്ന് പറയുന്നത് നേരത്തെയൊക്കെ തന്നെ ഇതുവഴി വാഹനങ്ങൾ പോകുന്ന സമയത്ത് ആ കുഴിയിൽ വീണ് തലനാരിഴയ്ക്കാണ് പലരും അപകടം ഏൽക്കാതെ രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് കാലങ്ങളായി ഇവർ ഈ റോഡിലെ ഈ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടത്തുന്നത്. ഈ റോഡിലെ കുഴി വലിയ അപകടമാണ് വരുത്തിയേക്കുന്നത്. നിരന്തരം പരാതി പറഞ്ഞിട്ട് നടപടിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുമരാമത്ത് മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയാണ്. അദ്ദേഹം ദിവസവും ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ആ സ്ഥലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് സിറ്റിയിലെ സൈബർ പാർക്ക് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയിലേക്ക് ആളുകൾ കയറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത്. ഈ റോഡിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് കുഴികൾ രൂപപ്പെട്ടു. നിരവധി പേർ ബൈക്ക് അപകടത്തിൽ ഇവിടെ ICUവിലായിരുന്നു ഒരു പയ്യൻ. കഴിഞ്ഞ ഒരു മാസത്തോളം ICUവിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടു വന്നതാണ് ഒരു പയ്യൻ. നിരവധി ആളുകൾ ഇതിന് പരാതി കൊടുത്തു. ഞാൻ തന്നെ PWD അധികൃതരോട് ഇലക്ഷൻ സമയത്ത് പലതവണ പരാതിപ്പെട്ടിട്ട് ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് വന്ന് 2 കുഴികൾ അടച്ചു പോയതല്ലാതെ ഇതിന് ശാശ്വത പരിഹാരം നൽകാൻ ഇവരാരും തയ്യാറായിട്ടില്ല. BJP അതിശക്തമായ സമരത്തിനാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട റോഡിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ന് ഞങ്ങൾ സൂചനാ ഭാഗമായിട്ടാണ് വായനട്ട് പ്രതിഷേധിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിശക്തമായ ഈവൻ പൊതുമരാമത്ത് മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തണമെങ്കിൽ അങ്ങനെ നടത്തിയിട്ടായാലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണെന്ന് നെല്ലിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം. അത് തന്നെയാണ് ഗൗതം പറയുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. മുഹമ്മദ് റിയാസിന്റെ വാർഡാണ്. മുഹമ്മദ് റിയാസ് ദിവസേന ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതായത് ഈ റോഡിലെ ഈ ഗർത്തം താണ്ടിയാണ് മുഹമ്മദ് റിയാസ് കടന്നു പോകുന്നത്. പക്ഷെ അപ്പോൾ പോലും ഈ റോഡിലെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഈ സമയത്ത് പരസ്യമായ റോഡിലെ കുഴിയിൽ വാഴ വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നത്. ഗൗതം. ഓക്കെ അനഘ, എന്തായാലും മുഹമ്മദ് റിയാസിന്റെ സ്വന്തം വാർഡിലെ അവസ്ഥയാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. നാട്ടിൽ കേന്ദ്ര സർക്കാർ പണം ഉപയോഗിച്ച് ദേശീയപാത നിർമ്മിച്ചാൽ, റോഡുകൾ നിർമ്മിച്ചാൽ അതെല്ലാം ഞാനാണ് ചെയ്തത് എന്ന് ഫ്ലെക്സ് വെക്കുന്ന ഒരു മന്ത്രിയാണ്. എന്നാൽ മന്ത്രിയുടെ സ്വന്തം സ്ഥലത്തെ അവസ്ഥ നോക്കുക. അവിടെ ഇപ്പോൾ വാഴ വെച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്.